LP സ്കൂളിൽ ഡയറക്റ്റ്ലി OTT റിലീസ് ചെയ്യേണ്ട ഒരു സാധനം തിയേറ്ററിൽ റിലീസ് ചെയ്ത പോലെയാണ് അയലൻഡ് പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയത്. കാരണം ഇതൊരു പക്ക കുട്ടികളുടെ പടമാണ്. പടത്തിൽ മോശമൊന്നുമില്ല, പക്ഷെ ഇതൊരു ചെറിയ കുട്ടികൾക്ക് പറ്റിയ പടം, അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. ഇത് കുറച്ച് പഴക്കമുണ്ട് പടത്തിന് എന്നുള്ളത് നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവും. കാരണം ഇതൊരു 2015-16 ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുള്ള മൂവിയാണ്. അതിനൊരു 10 വർഷം മുമ്പായിരിക്കും ഒരു പക്ഷേ ഈ സിനിമയുടെ കഥ എഴുതി വെച്ചിട്ടുണ്ടാവും. സോ ഒരു 10-20 വർഷം പഴക്കമുള്ള ഒരു കഥ തന്നെയാണ് സിനിമ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും. സോ ഫുള്ള് ടെംപ്ലേറ്റ് ക്രിഞ്ച് സാധനങ്ങളാണ്. ഈ ഒരു ഹീറോ ഇൻട്രോ സോങ്, ഹീറോയിൻ്റെ ഇൻട്രോ സോങ്, അത് കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന സാധനങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ട് മടുത്ത സാധനങ്ങൾ തന്നെയാണ്. പിന്നെയും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ ചീഞ്ഞ കുറേ കോമഡി. സോ അറ്റ്ലീസ്റ്റ് കോമഡി എങ്കിലും പ്രോപ്പറായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ടെങ്കിൽ ഈ സിനിമ ഒരു വേറെ ലെവലിലേക്ക് എത്തിയാണ്. ഇതിലാകെ എനിക്ക് നല്ലതെന്ന് തോന്നിയതിൽ VFX ആണ്. കാരണം സാധാരണ VFXന് ഇവർ പറയാറ് ഒന്നിലേക്ക് ബഡ്ജറ്റ് വേണം അല്ലെങ്കിൽ സമയം വേണം. ഐ തിങ്ക് ഇവർക്ക് ഇതിൽ രണ്ടും ഉണ്ടായി. അതുകൊണ്ട് തന്നെ കുറേ സമയം കിട്ടിയതും കുറേ ബഡ്ജറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല VFX നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ കുഴപ്പങ്ങളൊന്നും തന്നെ പറയാനില്ല. പക്ഷേ VFX കൊണ്ട് മാത്രം ഒരു പക്ഷേ എന്നിലുള്ള പ്രേക്ഷകനെ ഈ സിനിമ സാറ്റിസ്ഫൈ ചെയ്തില്ല. കാരണം ഈ ഏലിയൻ സൈഫൈ കോൺസെപ്റ്റുകളൊക്കെ വെച്ച് നല്ല ഗംഭീര സിനിമകൾ റീസെൻ്റ്ലി നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈവൻ മലയാളത്തിലെ തന്നെ പിന്നെ റിലീസ് ചെയ്യാനിരിക്കുന്ന ഗഗനചാരി എന്ന് പറഞ്ഞ ഒരു സിനിമ ഇത്തരത്തിലുള്ള ഒരു കോൺസെപ്റ്റിനെ വേറെ ലെവലിലേക്ക് പ്രസൻറ്റ് ചെയ്തൊരു മൂവിയാണ്. സോ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഈ അയലാൻഡ് പോലെയുള്ള സിനിമ കാണുമ്പോൾ തീർത്തും നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊരു ഭയങ്കര ഒരു പഴക്കം വെച്ചൊരു മൂവിയായിട്ട് തോന്നും. കുറേ കാലം മുമ്പ് ഒരുപക്ഷെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ അന്നൊക്കെ നമ്മൾ വായോർന്ന് എന്ന് പറഞ്ഞ് കണ്ടിരിക്കും. പക്ഷെ സ്റ്റിൽ ഇത് മോശമൊന്നുമില്ല. സിനിമയെ ഇങ്ങനെ ഫ്ലോയിലൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഒരു LP സ്കൂളിലൊക്കെ പഠിക്കുന്ന പിള്ളേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കൊണ്ട് പോയിട്ട് അവർക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്നൊരു മൂവിയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. റഹ്മാൻ്റെ മ്യൂസിക്കൊക്കെയാണ്, അത് എഴുതി വെച്ചാൽ പോലും മനസ്സിലാവില്ല. കാരണം അങ്ങേരൊന്നും അല്ല എന്ന് തോന്നുന്നു. ഇത് അങ്ങേരുടെ വല്ല വെറുതെ മൂപ്പര് ഡിലീറ്റ് ചെയ്ത കുറേ ക്ലിപ്പൊക്കെ ഉണ്ടാവില്ല, ഓഡിയോ ക്ലിപ്പ്, അതൊക്കെ എടുത്തിട്ടായിരിക്കും ഒരു പക്ഷേ സിനിമയിലിട്ട പോലെ തോന്നും. റഹ്മാൻ്റെ ഒരു ടച്ചും ഇല്ല. പിന്നെ മൊത്തത്തിൽ ഇതാണ് എനിക്ക് പേഴ്സണലി, എനിക്ക് വേറൊന്നും പറയാനില്ല. പടം അത്രയ്ക്ക് മോശം എന്നെനിക്ക് ഒരു അഭിപ്രായമില്ല. കാരണം മേക്കിംഗ് ഒക്കെ നന്നായിട്ടുണ്ട്. പക്ഷേ എനിക്ക് പറ്റിയ പടമല്ല, കുട്ടികൾക്ക് പറ്റിയ പടമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.